ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് മിഡ് മന്ത് റീഡിംഗ് ആണ്. ജൂൺ മിഡ് മന്ത് റീഡിംഗ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഗുഡ് ന്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പൈൽ ഇതാണ് ഒരു ടാരോ കാർഡും ഉണ്ട്. ഇവിടെയും അതുപോലെ തന്നെ റെഡ് കളറിലെ ഫ്ലവറാണ്. ഇത് പിങ്ക് കളറിലെ ഫ്ലവറാണ്. ഇതൊരു ടാരോ കാർഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. ഇത് ഫസ്റ്റ് പൈൽ, ഇത് സെക്കൻഡ് പൈൽ. സെലക്ട് ചെയ്തോളൂ. പിങ്ക് ഫ്ലവർ നോക്കാം, ഫസ്റ്റ് നമ്പർ നോക്കാം. ഏതായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ. നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇത് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നത് പിങ്ക് കളറിലെ ഫ്ലവറാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് റെഡ് കളറാണ്. അപ്പോൾ റീഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുൻപായി നിങ്ങളാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നിങ്ങളെനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. എന്തൊക്കെയാണ് നിങ്ങൾക്ക് മിഡ് മന്ത് റീഡിംഗ്, നിങ്ങളുടെ എന്ത് ഗുഡ് ന്യൂസാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്? നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഗുഡ് ന്യൂസ് എന്താണ്? കാത്തിരിക്കുന്ന ഗുഡ് ന്യൂസ് വല്ലതും വരുമോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് കോയിൻസ്. കോയിൻ എന്ന് പറയുമ്പോൾ പെൻഡക്കിൾ. ദ വീൽ ഓഫ് ഫോർച്യൂൺ. ഏസ് ഓഫ് സോർഡ്സ്. The Fool. എന്ത് ഗുഡ് ന്യൂസാണ് ജൂൺ മാസത്തിലെ അവസാനിക്കുന്ന ദിവസങ്ങൾക്കകം വന്നു ചേരാൻ പോകുന്നത് എന്നാണ് നോക്കും. Six of coins, 6 of pentacles. The Emperor. Seven of Wands. Knight of Coins, Knight of Pentacles. Two of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് സോർഡ്സ് ആണ്. 8 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളിപ്പോൾ ആരെങ്കിലുമൊക്കെ അഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ബന്ധനത്തിലാണ്. അഴിക്കാൻ ശ്രമിച്ചിട്ടും അതിന് കെട്ടഴിയുന്നില്ല. അത്രമാത്രം ബുദ്ധിമുട്ടും പ്രയാസവും നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സ്വയം രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷേ രക്ഷപ്പെടാൻ കഴിയുന്നില്ല. മുന്നോട്ട് വരണമെന്നുണ്ട്, മുന്നിൽ എന്തോ തടസ്സം നിൽക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ വഴിയില്ല.
വഴിയുണ്ട്, പക്ഷേ അതിലേക്കൂടെ നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല. നിങ്ങൾ അത്രമാത്രം സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ സോഡ് എനർജി എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി വന്നിരിക്കുന്നു. അടുത്തതായി ക്യൂൻ ഓഫ് കോയിൻസ് ആണ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ. പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നിങ്ങളിലേക്ക് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരികയാണ്. ബുദ്ധിപൂർവമായ ചിന്തകൾക്ക് ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. ബുദ്ധിപൂർവ്വം നിങ്ങൾ പല കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ അതിനൊരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. തോട്ട്സാണ്, കൂടുതലും തോട്ട്സാണ് ഇവിടെ. എന്തിനു വേണ്ടിയുള്ളതാണ്, എവിടെയെങ്കിലും യാത്ര പോകാനാവാം, അല്ല എങ്കിൽ എന്തെങ്കിലും കാത്തിരിക്കുന്നതാണ്. ബുദ്ധിപൂർവ്വം നിങ്ങൾ ചെയ്തു വച്ചിരിക്കുന്ന ബിസിനസ് കാര്യങ്ങളാവാം, അല്ല എങ്കിലും ചിലപ്പോൾ ചില മാരേജ് കാര്യങ്ങളാവാം. എന്തായാലും ശരി, നിങ്ങളിവിടെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനോ അല്ല എങ്കിൽ ഏതെങ്കിലും നാട്ടിലേക്ക് പോകാനോ എന്തൊക്കെയോ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം ബുദ്ധിപൂർവ്വം. അതിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു ക്ലാരിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ക്ലാരിറ്റി നിങ്ങളെ ജീവിതത്തിൻ്റെ സക്സസ്സിലേക്ക് നയിക്കുന്നതാണ് എന്ന് കാണുന്നു. എത്രയും പെട്ടെന്ന് വരുന്നതാണ് ആ തോട്ട്സ്. ആ ഒരു മെസ്സേജ് വരികയാണ്, അല്ല എങ്കിൽ ഒരു കാൾ വരുന്നുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ഗുഡ് ന്യൂസാണ്. എന്തിൻ്റെ എങ്കിലും ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കാത്തിരിക്കുക. എല്ലാവരും ഇപ്പോൾ ഈ റീഡിങ് കാണുന്നവരെല്ലാം ഇപ്പോൾ നല്ല ഗുഡ് ന്യൂസിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടാവാം, ചില കാര്യങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവരിലേക്ക് ഒരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട് എന്നുള്ളത്. അത് ചിലപ്പോൾ മെസ്സേജിൻ്റെ രൂപത്തിലാവാം, ചില വ്യക്തികളാവാം, ചില സാഹചര്യവുമാകാം. ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കാത്തിരിക്കുകയാണോ, ചിലപ്പോൾ വിദേശത്തു നിന്നും വരാൻ, മറ്റേതെങ്കിലും അന്യ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് വേണ്ടി ചിലപ്പോൾ കാത്തിരിക്കുകയാവാം. ഇനി ആ ഒരു വ്യക്തി വരുന്നതിൻ്റെ എനർജിയും ആവാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ചില സാഹചര്യങ്ങളുമാകാം, എന്താണോ മെസ്സേജ്, കാൾ ഒക്കെയും ആവാം, അല്ലെങ്കിൽ ഒരു മെയിലാവാം, എന്തുമാകാം. അപ്പോൾ നിങ്ങളിലേക്ക് അത്രമാത്രം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് അത്രമാത്രം സ്പീഡിലൊരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തേക്ക് പിന്നെ കോയിൻസ് ആണ്. കോയിൻ എന്ന് പറയുമ്പോൾ പെൻഡക്കിളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെയും നിങ്ങൾക്ക് സമ്പത്തിൻ്റെ മഹാറാണിയാവാനുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് വീട്ടിലിരുന്ന് ചിലപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ പ്രതിഫലം നോക്കിയിരിക്കുന്ന ആൾക്കാരാവാം. അപ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെച്ചിട്ട് അതിലൂടെ മണി ഏൺ ചെയ്യാനുള്ള പരിശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ, ഓൺലൈൻ വഴിയാവാം. ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീട്ടിലൂണ്, അല്ല എങ്കിൽ കോഴി വളർത്തലാവാം, അല്ല എങ്കിൽ പശു വളർത്തൽ, അങ്ങനെ എന്തെങ്കിലും തയ്യൽ, ബ്യൂട്ടീഷ്യൻ കോഴ്സ്, അല്ല എങ്കിൽ ഹോം നേഴ്സിൻ്റെ ജോലി ചെയ്യാം. ഇതിലൊക്കെയും ആവാം. എന്തൊക്കെയോ നിങ്ങൾ നോക്കിയിട്ട് ചിലപ്പോൾ മണി ഏൺ ചെയ്യണം എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാം, ട്യൂഷൻ സെൻറ്റർ നടത്താം. അങ്ങനെയും വീട്ടിൽ ട്യൂഷൻ എടുക്കാമല്ലോ. വിദ്യാഭ്യാസമുള്ളവർക്ക് കൊച്ചുകുട്ടികൾ ട്യൂഷന് വരുമ്പോൾ അവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട് എങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള മാർഗങ്ങൾ നിങ്ങൾ തേടിയിട്ട് നോക്കിയിരിക്കുന്ന അവസ്ഥ, അതിലൂടെ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാനുള്ള സാധ്യത വരികയാണ് ഇവിടെ ചെയ്യുന്നത്. അതും നല്ലൊരു ഹാപ്പി ന്യൂസ് അല്ലേ, ഗുഡ് ന്യൂസാണ് അതൊക്കെ. മണി ഏൺ ചെയ്യുക, മണി നിങ്ങളിലേക്ക് വരിക എന്നൊക്കെ ഇതിനുള്ള ഒരുക്കങ്ങൾ, ഇതിനുള്ള പ്രാരംഭ നടപടികൾ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അല്ല എങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് പിന്നീട് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരികയാണ്.
നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഇവിടെ തന്നെയും കണ്ടില്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ഗുഡ് ന്യൂസാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അതുവഴി നല്ല മാറ്റം നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നു. ജീവിതം അടിമുടി മാറുന്ന ഒരു മാറ്റമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ജീവിതത്തിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ 10 ആണ് ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ. ജീവിതത്തിൻ്റെ ഒരു തുടക്കം, നിങ്ങളൊരു സ്റ്റാർട്ടിങ്ങിലേക്ക് പോവുകയാണ്. ഇതുവരെയുള്ള ലൈഫിൽ നിന്ന് സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. ഏത് കാര്യത്തിലായാലും നിങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ടാവുകയാണ്. ചിലപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത, വിവാഹം നടക്കാനുള്ള സാധ്യത, അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സിനോ അല്ല എങ്കിൽ ജോലി ലഭിക്കാനോ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനോ ഒക്കെയും ഉള്ള സാധ്യത, അല്ല എങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജി, ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളിലേക്ക് ഫിനാൻസ് പരമായ കാര്യങ്ങൾക്ക് നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടാവാം, അല്ല എങ്കിൽ നിങ്ങൾക്ക് തരാനുള്ളത് തരുന്നതാവാം, കിട്ടാനുള്ളത് ലഭിക്കുകയാവാം, ജോലി ചെയ്തതിൻ്റെ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റേത് ചിലപ്പോൾ ലഭിക്കാനുള്ളതും ആകാം. അങ്ങനെ ഒരു മണി എനർജി. അതുപോലെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ നല്ല ഭാഗ്യദായകമായ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇതുമാകാം നിങ്ങൾക്ക് കേസ്, കോടതി സംബന്ധമായ കേസുകൾ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അതിനുള്ള സക്സസ്, അല്ല എങ്കിൽ മറ്റ് ഏത് കാര്യത്തിലും നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏസ് ഓഫ് സോർട്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ തുടക്കമാണ്. എന്തിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിങ്ങൾ തുടങ്ങി വച്ചിരിക്കുന്ന ഒരു ജോലി ഉണ്ടല്ലോ, നിങ്ങൾ എന്തോ ജോലിക്ക് വേണ്ടി തുടങ്ങി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സിനോ അല്ലെങ്കിൽ ബുദ്ധിപരമായി നിങ്ങൾ എന്ത് ചിന്തിച്ചോ അതിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് എന്ന് കാണുന്നുണ്ട്. പുതിയതായിട്ടൊരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ എന്തിനോ നിങ്ങൾ പുതിയതായിട്ടൊന്ന് തുടങ്ങാൻ പോകുന്നുണ്ട്. കുറേ നാളുകൾ കൊണ്ട് നിങ്ങൾ ചിന്തിച്ച് കൂട്ടി വെച്ചിരിക്കുന്നതാവാം. അപ്പോൾ ആ ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സോഡ് കൊണ്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ബുദ്ധിപരമായ കാര്യമാവാം എന്തും. ചിലപ്പോൾ പല കാര്യങ്ങൾക്ക് തുടക്കമാകാം, അന്യരാജ്യങ്ങളിലേക്ക് പോവുകയാവാം, ചിലപ്പോൾ ഫ്ലൈറ്റ് യാത്രയാവാം. അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ വളരെ സന്തോഷകരമായ ഒന്ന് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിസന്ധിയെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാൻ ഇവിടെ സാധിക്കുന്നു. പ്രതിസന്ധിയെ തള്ളി മാറ്റി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഫുൾ കണ്ടില്ല, ഇവിടെയും തുടക്കമാണ് ലൈഫിൻ്റെ. നിങ്ങളുടെ ലൈഫിന് ഒരു തുടക്കം വരുന്നുണ്ട്. എന്ത് പറഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്പിരിച്വൽ വേയിലൂടെ പോകാനുള്ള ഒരു സാധ്യതയാണ്. സ്പിരിച്വൽ വേയിലൂടെ കടന്നിരിക്കുന്ന നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആ പാത്തിലൂടെ പോവുകയാവാം. എന്തായാലും അവിടെ നിന്നും നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക്, സന്തോഷകരമായൊരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ്, തുടക്കമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ നിഷ്കളങ്കമായ സ്നേഹത്തിനും നിഷ്കളങ്കമായ ഈശ്വരനോട് അടുത്തുള്ള, അതായത് നിഷ്കളങ്കമായ ദൈവഭക്തി നിമിത്തവും നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് ചില പുതിയ മാറ്റം എന്നുള്ളത്. ഒരു പുതിയ സ്റ്റാർട്ടിംഗ് ആണ് തുടങ്ങാൻ പോകുന്നത്. ഇവിടെ 6 ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ സാമ്പത്തികപരമായ ഒരു മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, കോയിൻസ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണിൽ എല്ലാ എനർജീസും ഉണ്ട്. എയർ സൈനും ഉണ്ട്, ഇവിടെ വാൻസ് എനർജി ഉണ്ട്, എല്ലാ പെൻറ്റക്കിളിൻ്റെ എനർജി, അതുപോലെ തന്നെ ഇവിടെ കപ്പ് എനർജി എല്ലാം ഉണ്ട്. ഇവിടെ 6 ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത്. 6 ഓഫ് പെൻറ്റക്കിൾസ്. സാമ്പത്തികപരമായ ഒരു മാറ്റം നിങ്ങൾക്ക് അനിവാര്യമാണെന്ന് കാണുന്നു. അതിനൂടെ നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള ഭാഗ്യമാണ് ഇവിടെ വരാൻ പോകുന്നത്. അത് കൊടുക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സ്. ചിലപ്പോൾ ദാനം കൊടുക്കാം. ദാനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾക്കത് വർദ്ധിച്ചു വരികയുള്ളൂ. സന്മനസ്സോടുകൂടി ദാനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അത് ഇരട്ടിയായി വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് ഇവിടെ ഒരു മാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇവിടെ അത് മാറിക്കിട്ടുന്ന എനർജിയാണ്. കാരണം ഇത് എംപററാണ് വന്നിരിക്കുന്നത്. ഇവിടെ സാമ്പത്തികമായ എക്സ്ചേഞ്ച് നടത്തണമെങ്കിൽ എന്താണ് വേണ്ടത്? സ്റ്റെബിലിറ്റി വേണം, അല്ലേ? സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ, സാമ്പത്തികപരമായ സ്റ്റെബിലിറ്റിയാണ് വേണ്ടത്. അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് കൈകാര്യം ചെയ്യാൻ
കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഗവൺമെൻറ് ജോബ് നോക്കിയിരിക്കുന്നവർക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതയാണ്. അല്ല എങ്കിൽ തന്നെയും സ്ഥിരമായ ഒരു ശമ്പളത്തോടു കൂടിയ ജോലി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട്. ജീവിതം ഇതുവരെയും നിങ്ങൾ തുടങ്ങി വെച്ചതെല്ലാം മോശകരമായ കാര്യങ്ങളിലേക്കാണ് പര്യവസാനിച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് ഇനിയും ഒരു നല്ല സ്റ്റാർട്ടിങ് വേണം, ഇനിയും എൻ്റെ ജീവിതത്തിനൊരു അടിത്തറ വേണം, ഇനിയെങ്കിലും ഫാമിലിയെ സ്നേഹിച്ച് കഴിയണം, അവർ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം, അവർ തിരികെ വരുമ്പോൾ പഴയതിൽ സ്നേഹമായിട്ട് കഴിയണം. ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളാവാം. കുട്ടികളുമൊത്ത് സന്തോഷകരമായി നല്ല ഒരു വീട് വെച്ചിട്ട് സ്ഥിരമായ ഒരു സന്തോഷത്തിലേക്ക് നീങ്ങണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുടെ എനർജിയാണ് ഇവിടെയുള്ളത്. അത് തീർച്ചയായിട്ടും കൃത്യമായ ദിനചര്യകളോടുകൂടി നിങ്ങളത് മുന്നോട്ട് നീങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഗവൺമെൻറ് ജോബ് കിട്ടുക, അല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ടെസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് വരുന്നതായിട്ടും ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരാനുമുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ജയിച്ച് ഇരിക്കാനുള്ള സാധ്യത, മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ബഹുമാനിക്കുന്ന തരത്തിലുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത്രമാത്രം ജനറൽ നോളജുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നു. അല്ല എങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള അറിവിലേക്ക് നീങ്ങുന്ന ഒരു അനുഭവവും ആകാം. 7 of Wands ആണ്. ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്തവരില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 2 of Swords വന്നിട്ടുണ്ട്, 7 of Wands വന്നിട്ടുണ്ട്. ഇവിടെ എന്തായാലും പ്രതിസന്ധികളാണ്, ചുറ്റിനും എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. പക്ഷെ മുന്നിട്ട് നിൽക്കാനുള്ള കരുത്ത്, അതിനെല്ലാം തരണം ചെയ്യുക, അതിനെല്ലാം ഇവിടെ തടയുകയാണ് ചെയ്യുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ, റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളിൽ, അല്ലായെങ്കിൽ മറ്റ് പല ബന്ധങ്ങളിലും നിങ്ങൾക്ക് ചുറ്റിനും പ്രതിസന്ധികളാണ്. ഇഷ്ടമുള്ള വ്യക്തിയോട് സംസാരിക്കാൻ കഴിയുന്നില്ല, ഇഷ്ടമുള്ള സമ്പത്ത് നിങ്ങളിലേക്ക് വരുന്നില്ല, ഇഷ്ടമുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, ഒരു വീടാവുന്നില്ല, എല്ലാം ഒരുപാട് പ്രശ്നങ്ങളാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത് എന്ന് കാണുന്നു. അതിജീവിക്കും, നിങ്ങൾ അതിജീവിച്ച് വരിക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണുന്നത്. വാൻസ് ഫയർ സൈനാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി വന്നിരിക്കുന്നു. ഇവിടെ 2 of Swords പറയുന്നത് എന്താണ്? എന്തൊക്കെയോ കാര്യങ്ങളിൽ ഇപ്പോൾ മനസ്സ് കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, ഒന്നിലും ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീരുമാനമെടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ആലോചിച്ചുറപ്പിച്ച് വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളും, മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല ഇവിടെ പലർക്കും. അപ്പോൾ ഇവിടെ ക്ലാരിറ്റി വരുന്നുണ്ട്, പലർക്കും ക്ലാരിറ്റി വരുന്ന ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്ന ഗുഡ് ന്യൂസാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഇവിടെ ചിലർക്ക് ക്ലാരിറ്റി കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നൈറ്റ് ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ ഇവിടെ 2 of Swords എന്താണ്? ഏസ് ഓഫ് സോഡ്സിൻ്റെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാലോ ഇവിടെ ക്ലാരിറ്റി ലഭിച്ച് മുന്നോട്ട് പോകാം. അതിനുവേണ്ടി ഇവിടെ കുഴങ്ങിയിരിക്കുകയാണ്, കണ്ണുകൾ പൂട്ടപ്പെട്ടിരിക്കുകയാണ്, കണ്ണുകൾ കെട്ടപ്പെട്ടിരിക്കുന്നു, കണ്ണുകൾ ബന്ധിച്ചിരിക്കുകയാണ്. മനസ്സുകൊണ്ട് ചിന്തിക്കണം, ബ്രെയിൻ ഉപയോഗിക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ ബുദ്ധിപരമായ ഒരു വഴി നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുകയുള്ളൂ. ആ വഴിയിലൂടെ മുന്നോട്ട് പോകണം. ഒരുപാട് ചിന്തിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുന്ന എനർജിയുണ്ട്. 2 കാര്യങ്ങളിലായിട്ട് നിങ്ങൾ തീരുമാനമെടുക്കാൻ വിഷമിച്ചിരിക്കുന്നു. ആ ഒരു തീരുമാനത്തിന് ഇവിടെ വ്യക്തത വരുന്നുണ്ട് എന്നുള്ളതാണ് ഏസ് ഓഫ് സോഡ്സ് പറയുന്നത്. ഒരു ക്ലാരിറ്റി കിട്ടണം. ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണോ, അത് നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നു, അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ അത് കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു നല്ല വാർത്തയാണ് വരാൻ പോകുന്നത്. നൈറ്റ് ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത്. എന്താണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്? ഇവിടെ നിങ്ങളിൽ പലരും എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് മണി ഏൺ ചെയ്യാനുള്ള ഒരു ബുദ്ധി കാണിക്കുന്നുണ്ട്. ഈ ഒരു ബുദ്ധി നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ചയാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അന്യരാജ്യങ്ങളിൽ പോയി പഠിക്കാൻ, അവിടെ നിന്ന് മണി ഏൺ ചെയ്യാൻ ഒക്കെയുമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സാധ്യമാകുന്ന എനർജി വരുന്നുണ്ട്. ഇവിടെ മണി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഫിനാൻസ് പരമായ ഒരു പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എനർജി ആണെന്ന് തോന്നുന്നു ഇവിടെ. തീർച്ചയായിട്ടും അതെ, പലരും, നിങ്ങൾ എല്ലാവരുടെ എനർജി ഒന്നല്ലല്ലോ, പലരും അതിനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കത് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ
ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന റീഡിങ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇവിടെ പിങ്ക് കളറിലെ പൂവാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ഫ്ലവറാണ്. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കണ്ടോ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ വിദേശത്തു നിന്ന് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാനുള്ള സാധ്യത വരുന്നു എന്ന്. ഇവിടെ അതുപോലെ തന്നെ മണി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് വരുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ബുദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ജോലി വരുന്നുണ്ട്. ക്യൂൻ ഓഫ് കോയിൻസ്, വീട്ടിൽ സാമ്പത്തികം ഉണ്ടാക്കാനുള്ള മാർഗം നിങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ എന്ന് പറഞ്ഞ പോലെ ഇവിടെ സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. കണ്ടോ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്താ? സാമ്പത്തികമായ സ്രോതസ്സുകൾ, മണിയുടെ എനർജി നിങ്ങളിലേക്ക്, സാമ്പത്തികപരമായ എനർജി, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു തുടക്കമാണ്. ഈ ഒരു തുടക്കം ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതല്ല കാര്യമല്ല പറയുന്നത്, ഒരു തുടക്കം വരുന്നുണ്ട്. ഈ ഒരു തുടക്കത്തിലൂടെ ഇനി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഫുൾ വന്നിരിക്കുന്ന ജീവിതത്തിന് പുതിയ തുടക്കം വരുന്നുണ്ട്. ഇവിടെയും അതുപോലെയാണ്, സാമ്പത്തിക സ്രോതസ്സുകളുടെ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഈ ഒരു സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറയുമ്പോൾ പല വഴികളിലൂടെയും നിങ്ങളിലേക്ക് സാമ്പത്തികം വരാം. അപ്പോൾ ഈ സാമ്പത്തികത്തിൻ്റെ എനർജി നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. നല്ലൊരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ദൈവാനുഗ്രഹമാണ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ സെലക്ട് ചെയ്ത പൈൽ. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഇതൊക്കെയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നത് റെഡ് കളറിലെ ഫ്ലവറാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഗുഡ് ന്യൂസ്. ഏസ് ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, അതായത് 9 ഓഫ് സോഡ്സ് ഉണ്ട്. ഫോർ ഓഫ് കോയിൻസ് വന്നിരിക്കുന്നു. The Sun. Ace of Cups. Temperance. Two of Cups. Ten of Swords. Queen of Swords. Sword energy ഉണ്ട് കൂടുതലായിട്ട്. The Star. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങളെല്ലാത്തിനെയും അതിജീവിച്ചിരിക്കുന്നു. അതിജീവിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ
വന്നിരിക്കുന്ന രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കോയിൻസ് ആണ്. ഇവിടെ നമ്മുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ കിങ് ഓഫ് സോഡ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. കിങ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു. നിങ്ങളെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നീങ്ങാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്, പറയുന്നത്. അങ്ങനെയാണ്. ഏസ് ഓഫ് കോയിൻസ് ആണ്. ഏസ് ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ സാമ്പത്തികമാണ്, വെൽത്ത്, നിങ്ങളിലേക്ക് വെൽത്ത് വരുന്ന എനർജിയാണ്. അപ്പോൾ തുടക്കമാണ് ഇവിടെ. സാമ്പത്തികത്തിൻ്റെ ഒരു തുടക്കം നിങ്ങളിലേക്ക്, ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നവർക്ക് അത്തരത്തിലുള്ള ഒരു എനർജി വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്തെങ്കിലും ചിലപ്പോൾ ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ കിട്ടാതിരുന്ന മണി കിട്ടാനോ ഒക്കെയുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസ് വരാൻ തുടങ്ങുന്നു, അല്ല എങ്കിൽ അത് വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പുതിയ ജോലിയിലേക്കാവാം, കിട്ടാനുള്ള പൈസ എവിടെന്നെങ്കിലും കിട്ടാനാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടാവാം, അത് കിട്ടാനാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിട്ടി, നറുക്കെടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയും മണി ലഭിക്കുന്നതും ആവാം. എന്തായാലും നിങ്ങളിലേക്ക് ഇവിടെ കണ്ടില്ലേ, 4 ഓഫ് കോയിൻസ്, ഇവിടെയും സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. സാമ്പത്തികത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നതായിട്ടാണ് ഇവിടെയും കാണുന്നത്. സാമ്പത്തികത്തിൻ്റെ സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ തന്നെ സന്തോഷമല്ലേ വരുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് വരാൻ പോകുന്നു. നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്ന ഒരു എനർജിയും ഇവിടെയുണ്ട്. കാരണം സന്തോഷം, ഇവിടെ സാമ്പത്തികം ലഭിക്കുമ്പോൾ സന്തോഷം സ്വാഭാവികമായിട്ടും വരുമല്ലോ. അപ്പോൾ ഈ ഒരു സന്തോഷത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എനർജിയും ഇവിടെയുണ്ട്. ഇവിടെ കണ്ടില്ലേ, നല്ല രീതിയിൽ നിങ്ങൾ 9 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ പെൻറ്റക്കിൾ എയർ സൈനാണ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജി. 9 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നിങ്ങൾ ഒരുപാട് ദുഃഖിച്ചിരിക്കുകയാണ്, ദുഃഖം അനുഭവിക്കുന്ന ഒരു എനർജി. അതായത് ഹീലിംഗ് പ്രോസസ്സാണ്. ഇഷ്ടമുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ നിങ്ങൾ അകപ്പെട്ടിട്ട് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തികൾ തമ്മിലുള്ള ഒരു അകൽച്ചയാണ്. ഈ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തികൾ തമ്മിലുള്ള അകൽച്ച എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അത് പ്രത്യേകിച്ചും പെട്ടെന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായി കാണും, അല്ലെങ്കിൽ ഈഗോ നിമിത്തമുള്ള പ്രശ്നമായിരിക്കും. എന്തായാലും നിങ്ങളിവിടെ ദുസ്വപ്നം കാണുകയും ഉറക്കമില്ലാത്ത അവസ്ഥ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടും. കാരണം 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഈ 2 ഓഫ് കപ്സിലെ ആൾക്കാർ തന്നെയാണ് നിങ്ങൾ. ഇവിടെ നിങ്ങൾ നല്ല വിധത്തിൽ സ്നേഹിച്ചാണ്, നല്ല ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തികൾ തമ്മിലുള്ള ഒരു പിണക്കമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ഇവിടെ ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണുകയും ഉറക്കമില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്നതായിട്ടുമാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. ഇവിടെ 4 ഓഫ് കോയിൻസ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, സ്റ്റെബിലിറ്റി വരുന്നുണ്ട് സാമ്പത്തികത്തിന്. അതുപോലെ തന്നെ ദ സൺ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ പലരുടെയും വിവാഹം നടക്കുന്ന എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. വിവാഹം നടക്കുക, പുതിയ പ്രണയത്തിലേക്ക് പോവുക, അല്ല എങ്കിൽ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിലുള്ള അടുപ്പം, അതിവിടെയും കാണിക്കുന്നുണ്ട്. 2 ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ട്. പിരിഞ്ഞിരിക്കുന്നവർ തമ്മിലുള്ള അടുപ്പം, നല്ല ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. ഇഷ്ടമുള്ള വ്യക്തികൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അവരുമായിട്ടാവാൻ ചിലപ്പോൾ പിണങ്ങിയിരുന്നത്, അതായിരിക്കാം 9 ഓഫ് സോഡിൻ്റെ അവസ്ഥ വന്നത്. ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന ഈ ഒരവസ്ഥ, ഹൃദയവേദന അനുഭവിക്കുന്ന ഈ ഒരവസ്ഥ വന്നത് അത്രമാത്രം സ്നേഹിച്ച വ്യക്തികളിൽ നിന്നുമുള്ള വേർപാട് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്നും എന്തെങ്കിലും നിസ്സാര കാര്യം കേട്ടതും ആവാം. ഇന്ന് രണ്ടുപേരും കൂടി നല്ല വഴക്കിട്ട് കഴിഞ്ഞാൽ എല്ലാം ബ്ലോക്ക് ചെയ്യും. എല്ലാം വാട്സപ്പ് ബ്ലോക്ക്, മറ്റ് സോഷ്യൽ മീഡിയ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയതിനേക്കാൾ ശക്തി പ്രാപിച്ച് സ്നേഹബന്ധം മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആത്മസുഹൃത്തുക്കളാവാം, സോൾ കണക്ഷനുള്ള വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണിത്. ഒരിക്കലും പിരിഞ്ഞു പോവില്ല. മനസ്സിലായില്ലേ? ഇടയ്ക്കിടയ്ക്ക് വഴക്കിടും, വീണ്ടും ഒന്നാവും, പിന്നെയും വഴക്കിടും, പിന്നെയും ഒന്നാവും. അങ്ങനെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. അത് ഏത് ലൈഫിലായാലും, മാരേജ് ലൈഫിലായാലും, അഥവാ ലവേഴ്സിനിടയിലായാലും, എങ്ങനെയായാലും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ സൺ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, പലരുടെയും വിവാഹം നടക്കുന്ന എനർജിയാണ്. ലൈഫിലേക്ക് ഒരു പുതിയ സ്റ്റാർട്ടിങ് ഇവിടെ വന്നിട്ടുണ്ട്.
പ്രകാശം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോവുകയാണ്. സണ്ണെന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് എപ്പോഴും പ്രകാശം തരുന്ന ഒരു ഗ്രഹമാണ് സൺ, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രകാശം കൊണ്ടുതരുന്ന ഒരു ഗ്രഹമാണ്. ഒരു സമയം, പ്രകാശം വരുന്ന ഒരു സമയം ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് 7 ദിവസം, ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് പോകാനും ഇതുപോലെ സ്നേഹബന്ധം കൂടാനും ഒക്കെയുള്ള സാധ്യത വരുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ സ്നേഹബന്ധം മാത്രമല്ല, ഇവിടെ ജോലിക്കാര്യങ്ങളിൽ, കരിയർ സംബന്ധമായ കാര്യങ്ങളിലേക്കും എന്തായാലും പ്രകാശം നിറഞ്ഞ ഒരു ലൈഫാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അതായത് ജോലി നോക്കിയിരിക്കുന്നവർക്ക്, വീട് വയ്ക്കാനുള്ളവർക്ക്, വാഹനം വാങ്ങിക്കാനുള്ളവർക്ക് ഒക്കെയും ഇവിടെ അല്ല എങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് പോകാനുള്ള എനർജി, അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വന്നിരിക്കാം. ആ വ്യക്തികൾ അടുക്കാം, സാഹചര്യവും നിങ്ങളിലേക്ക് അടുത്തു വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്നേഹബന്ധത്തിൻ്റെ തുടക്കമാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിച്ച് വന്നിരിക്കുകയാണ്. ഹൃദയം കൊണ്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, വികാര വിക്ഷോഭങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കാം. അത്രമാത്രം ഹൃദയപരമായ ഇമോഷൻസ് നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിരിക്കുന്ന അവസ്ഥയാവാം. പുതിയ പുതിയ ബന്ധങ്ങളിലേക്ക് പോകുന്ന എനർജി, പുതിയ ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്ന എനർജി, പുതിയ പ്രപ്പോസലുകളാവാം, പുതിയ ജോലികളാവാം. എന്തും നിങ്ങൾ മനസ്സുകൊണ്ട്, നിങ്ങളുടെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് വന്നു ചേരുന്ന എനർജിയാണ്. ധാരാളം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം നല്ല എനർജിയാണ് ഇവിടെ. കണ്ടില്ലേ, ഇത് സ്റ്റാറിൻ്റെ വന്നിരിക്കുന്നത്. ഇവിടെ സ്റ്റാറിൻ്റെ പദവിയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു. കണ്ടില്ലേ, ഇവിടെ സൺ വന്നിട്ടുണ്ട്, ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രമായി തിളങ്ങാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. നിങ്ങൾക്ക് അത്രമാത്രം നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളോട് കണക്റ്റ് ആവുന്നു. അതുതന്നെയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടില്ലേ, സ്നേഹം കൂടുതൽ നിങ്ങളിലേക്ക് ലവ് വരുന്നുണ്ട്, ലവ് എനർജി വരുന്നുണ്ട്, മണി എനർജി വരുന്നുണ്ട്, ഹെൽത്തിൻ്റെ എനർജി വരുന്നുണ്ട്. ഒരുപാട് എനർജീസ്, നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നു. വളരെ സന്തോഷകരമായൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. അത് കേൾക്കാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ സാധിക്കുന്നു. ഇതുവരെ നിങ്ങളൊരു മറ്റുള്ളവരുടെ ബന്ധനത്തിലായിരിക്കാം കഴിഞ്ഞിരുന്നത്. മറ്റുള്ളവർ പറയുന്നത് കേട്ടനുസരിച്ച് ജീവിക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇനിയും നിങ്ങളെ മറ്റുള്ളവർ സേവിച്ച് കഴിയുന്ന ഒരു സമയം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പോകുന്നു, സ്വാതന്ത്ര്യം ലഭിക്കാൻ പോകുന്നു. ഇതുവരെയുള്ള ബന്ധനത്തിൽ നിന്നും നിങ്ങൾ മുക്തരാകുന്ന ഒരു എനർജി. കാരണം ഇൻഡിപെൻഡൻ്റ് ആവുന്നു. അത് ഏത് വഴിയായാലും, ചിലപ്പോൾ ഫിനാൻസ് പരമായ ഒരു സ്വാതന്ത്ര്യമായിരിക്കാം അനുഭവിക്കാൻ പോകുന്നത്. അങ്ങനെ സ്നേഹത്തിൻ്റെ കാര്യത്തിലാവാം ചിലപ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു ഗുഡ് ന്യൂസാണ് നിങ്ങളിലേക്ക് അത്തരത്തിൽ വരാൻ തുടങ്ങുന്നത് എന്നും കാണുന്നുണ്ട്. 10 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്, 2 ഓഫ് കപ്സ്, പിന്നെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. 10 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ പുറം വേദനയുള്ള ആൾക്കാരുടെ എനർജി ഉണ്ടാവാം. ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ ദുഃഖം ഒരുപാട് അനുഭവിക്കുന്നവരുടെ എനർജി. സോഡ് എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവരുടെ എനർജി ആവാം. അല്ല എങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ദുഃഖം ഏറ്റുവാങ്ങിയിട്ട് അനുഭവിക്കുന്ന എനർജിയും ആവാം. എന്തായാലും നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു തുടക്കം വരികയാണ്. ഇത്തരത്തിലുള്ള ഹീലിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവാം. ഈ ഒരു അസുഖകരമായ അവസ്ഥയിൽ നിന്നും, അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചിലപ്പോൾ തലവേദന ഉണ്ടാവാം, ചിലപ്പോൾ പുറം വേദന, നടുവേദന, അങ്ങനെയുള്ള എന്തെങ്കിലും വേദനകൾ നിമിത്തം നിങ്ങൾ വിഷമിച്ച് കഴിയുന്ന ഒരവസ്ഥയും ആകാം. അല്ല എങ്കിൽ മറ്റുള്ളവരുടെ ചതിപ്രയോഗത്തിലൂടെ വിഷമം അനുഭവിക്കുന്ന എനർജിയും ഉണ്ടാവാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിലൂടെ രക്ഷപ്പെട്ടു വരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 2 ഓഫ് കപ്സ് ആൻഡ് ടെമ്പറൻസ് ആണ് തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് വരും. കിടന്ന കിടപ്പിൽ നിന്ന് നിങ്ങൾ എഴുന്നേക്കും. തലവേദനയാണോ അല്ലെങ്കിൽ മൈഗ്രെയിൻ തുടങ്ങിയ ചില കടുത്ത വേദനകൾ അനുഭവിക്കുന്ന അവസ്ഥയും ആകാം. ഇവിടെ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, പിന്നീട് നിങ്ങൾ ഇന്ന് യോജിച്ചു പോകാനുള്ള ലൈഫിലേക്ക് ഒന്നുകൂടെ സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് പിന്നീട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമൃദ്ധി നിറഞ്ഞ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടുണ്ട്. ഈ ഒരു ദൈവാനുഗ്രഹത്തിലൂടെയാണ് നിങ്ങൾക്ക് ഈ പോസിറ്റിവിറ്റി ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ടെമ്പറൻസ്, കാരണം ഇവിടെ എന്താ, ടെമ്പറൻസ് എനർജിയാണ് വന്നിരിക്കുന്നത്. ടെമ്പറൻസ് എനർജി വന്നു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഈക്വലൈസ് ചെയ്ത് പോകാൻ ലൈഫ്.
എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക്. കാരണം ഇവിടെ നല്ല ദൈവാനുഗ്രഹമാണ്, ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് വന്നിരിക്കുന്നത്, പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട്. റാഫേൽ മാലാഖ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആർക്കേഞ്ചൽ മിഖായേലിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതോ ഏഞ്ചലിൻ്റെ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഈക്വലൈസ് ചെയ്തു പോകാൻ ചിലപ്പോൾ റാഫേൽ മാലാഖ നിങ്ങളെ ഹീലിംഗ് തരുന്നതാവാം, അല്ലെങ്കിൽ മിഖായേലിൻ്റെ അല്ലെങ്കിൽ മൈക്കേൽ മാലാഖയുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം. അങ്ങനെയുള്ള നല്ല പോസിറ്റീവായ എനർജി നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിട്ടും, ഈ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആർക്കേഞ്ചൽ മിഖായേലിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടുതലും. അങ്ങനെ വന്നാൽ തന്നെയും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. ഇവിടെ റീയൂണിയൻ, പിണങ്ങിയിരുന്നവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കാൻ തുടങ്ങുന്നു, നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു, ഏത് കാര്യത്തിലും നിങ്ങൾക്ക് മുൻപന്തിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. ധാരാളം ഡിവൈൻ ബ്ലെസ്സിങ്സ്, ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ തുടങ്ങുന്നു. പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്തിനേയും നിങ്ങൾക്ക് കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് സക്സസ് നേടാൻ കഴിയുന്നു നിങ്ങളുടെ ലൈഫിൽ. അത്രമാത്രം വളരെ നല്ല എനർജിയാണ് ഈ ഒരു കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ റീകൺസിലേഷൻ പോസിബിൾ, റീയൂണിയൻ പോസിബിൾ, നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്നവരുടെ തമ്മിലുള്ള കൂടിച്ചേരൽ ഒക്കെയും വളരെ സന്തോഷകരമായ എനർജിയാണ്. നിങ്ങൾക്കിവിടെ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു. ഈ ഒരു ബ്ലെസ്സിങ്ങിലൂടെ നിങ്ങൾക്ക് സന്തോഷകരമായ ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ധാരാളം സ്നേഹം നിങ്ങൾ ആരിൽ നിന്ന് ആഗ്രഹിക്കുന്നു അവരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും, സാമ്പത്തികമായാലും എന്തിൻ്റെ ആയാലും നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെയധികം പോസിറ്റീവായ ഒരു എനർജി നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നതായിട്ട് കാണുന്നു. നല്ലൊരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നു. ബ്ലെസ്സിങ് കണക്ഷനാണ്. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ, ദൈവാനുഗ്രഹം, ഏഞ്ചൽ ബ്ലെസ്സിങ്സിൻ്റെ ഈ അനുഗ്രഹം നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നതായിട്ട് കാണുന്നു. അതുവഴി നിങ്ങൾക്ക് സന്തോഷകരമായ ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? റെഡ് കളറിലെ ഫ്ലവറാണ്. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. കണ്ടില്ലേ? ഇവിടെ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്നേഹത്തിൻ്റെ തുടക്കമാണ്, പ്രണയത്തിൻ്റെ തുടക്കം. പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന പ്രണയമാണ്, ദൈവാനുഗ്രഹം, ഡിവൈൻ ഹാൻഡ്സ് തരുന്ന പ്രണയമാണിത്. ഇത് എവിടെ നിന്നാണ്? ഇവിടെ കണ്ടില്ലേ താമര. ഈ താമര എവിടെ നിന്നാണ്? ഈ താമര പുഷ്പങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ചെളി നിറഞ്ഞ പ്രദേശത്ത് നിന്നാണ്, ചെളിക്കുണ്ടിൽ നിന്നാണ് താമര വിരിയുന്നത്. അപ്പോൾ താമരപ്പൂവ് എത്ര നിർമ്മലമാണ് അല്ലേ? എത്ര സുന്ദരമാണ് താമരപ്പൂ, എത്ര നിർമ്മണമാണെന്ന്. സുഗന്ധം നൽകുന്ന ഒരു പുഷ്പമാണ് താമരപ്പൂവ്. അപ്പോൾ അത് വളരെ കാണാൻ നല്ല ഭംഗിയുള്ളത്, നല്ല സോഫ്റ്റായിട്ടുള്ള ഇതളുകൾ, വളരെ ഭംഗിയുള്ള ഒരു പൂവാണ് താമരപ്പൂ. എല്ലാത്തിലും ഡിവൈൻ ബ്ലെസ്സിങ്സിലെല്ലാം കാണുന്നത് എന്താണ്? അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചറൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? ദൈവത്തിൻ്റെ കയ്യിൽ പൂ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ താമരപ്പൂവിൽ ദേവി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവങ്ങൾ ഇതിൽ പുഷ്പങ്ങളിൽ ഇരിക്കുന്നത്, ഈ ഒരു പുഷ്പം താമരപ്പൂവിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അത്രമാത്രം പ്യുവറാണ് താമരപ്പൂവിൻ്റെ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലോട്ടസ് ഫ്ലവറിൻ്റെ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നുണ്ട്. ഈ ലോട്ടസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ഇത്രമാത്രം നൈർമല്യമേറിയത്, നിർമ്മലമായ, അല്ലെങ്കിൽ ഇത്ര സുഗന്ധം പരത്തുന്ന, ദൈവാനുഗ്രഹമുള്ള, ദൈവത്തോടടുത്തിരിക്കുന്ന ഒരു ഫ്ലവർ. അപ്പോൾ നിങ്ങളിലേക്കും അതുപോലെ തന്നെ വളരെ നല്ല എനർജി കണക്റ്റ് ആവുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം അതുപോലെ പ്യുവറാണ്, സിൻസിയറാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രണയം നിങ്ങൾക്ക് തുടങ്ങാൻ ഉള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത്. അതിലൂടെ നിങ്ങൾ മുന്നോട്ട് നിങ്ങളുടെ ലൈഫ് പോകുമ്പോൾ തന്നെയും വളരെ സിൻസിയറായിട്ടും പ്യുവറായിട്ടും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും നിങ്ങളുടെ പാർട്ട്ണറെ. അതുപോലെയുള്ള ഒരു തുടക്കമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്തരം ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ആവാൻ തുടങ്ങുന്നു എന്നുള്ളതും ഇവിടെ പറയുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനും മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.